പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡിൽ നിയമിച്ചവർ അഴിമതി നടത്താൻ മാത്രം തയ്യാറായി വന്നതാണോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ നിയമനവും അഴിമതി നടത്താൻ വേണ്ടിയാകുമ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി പല നല്ല നേതാക്കളും മാറി നിന്നു എന്ന വെളിപ്പെടുത്തലും പുറത്തു വരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നും ആ പാർട്ടിയെ വഞ്ചിച്ച് വരുന്നവർക്ക് പിണറായി പദവി നൽകുമ്പോൾ അവർ വലിയ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. മാത്രമല്ല, കൈനിറയെ പണവും വലിയ പദവിയും കിട്ടിയപ്പോൾ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ ഒരു ദിവസം തിരിഞ്ഞു കൊത്തുമെന്ന് മനസ്സിലാക്കാൻ അവർ വൈകി. അപ്പോഴേക്കും പിണറായിയും സംഘവും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായാൽ ദൈവവിശ്വാസത്തിൽ കമ്മ്യൂണിസ്റ്റുകളെക്കാളും മുൻപിലാകുമെന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ പ്രശാന്തിനെ മുന്നിൽ നിർത്തി. അപ്പോൾ സ്വർണ്ണക്കടത്തിൽ മാത്രമല്ല, നെയ്യിലും കൈയിട്ട് വാരിയതോടെ വിശ്വാസവഞ്ചനയുടെ ആഴം കൂടി എന്ന് തന്നെ പറയാം. സർക്കാർ മാറി മുരളീധരൻ ദേവസ്വം മന്ത്രിയായതോടെ ഒരു അമ്പലക്കള്ളനും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് വ്യക്തമായ സൂചന കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ശബരിമലയിലെ നെയ്യ് മോഷണവുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ്, പഴയ കോൺഗ്രസ് നേതാവ് കൂടിയായ PS പ്രശാന്തിനും കൂട്ടാളിക്കും വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിൻ്റെ നിർണായക തെളിവുകൾ വിജിലൻസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. മുഴുവൻ തട്ടിപ്പായിരുന്നു. നിലവിലെ ടെൻഡറുകൾ തന്നെ റദ്ദാക്കാനും മിൽമയിൽ നിന്ന് നേരിട്ട് നെയ്യ് വാങ്ങാനും നിർദ്ദേശിച്ചുകൊണ്ട് PS പ്രശാന്ത് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ കത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. നിർണായകമായ രേഖയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്ന കാര്യം ഇതെല്ലാം പ്രശാന്ത് അറിഞ്ഞുകൊണ്ട് നടത്തിയ അഴിമതി എന്നുള്ളതാണ്. കാരണം ദേവസ്വം കമ്മീഷണറുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാനുള്ള തീരുമാനമെടുത്തത് എന്ന് ഈ ലഭിച്ച രേഖകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: നിലവിലെ ടെൻഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അനുവാദം നൽകുന്നു. മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പ്രശാന്ത് കുറിച്ചത്. ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ലിറ്റർ നെയ്യ് വേണമെന്ന് നിശ്ചയിക്കാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തിയതായും പറയുന്നുണ്ട്. മിൽമയിൽ നിന്ന് നെയ്യ് എത്തിക്കുന്നതിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ക്രമക്കേടുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, മിൽമയിൽ നിന്ന് എത്തിച്ച നെയ്യിൻ്റെ അളവിലും വലിയ തോതിലുള്ള വെട്ടിപ്പ് നടന്നതായി സൂചന ലഭിച്ചിരിക്കുന്നു. അതായത് മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് അയച്ച നെയ്യിൻ്റെ അളവും ദേവസ്വം ലെഡ്ജറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവും തമ്മിൽ വലിയ വ്യത്യാസമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1,05,000 ലിറ്റർ നെയ്യാണ് മിൽമയിൽ നിന്ന് കയറ്റി അയച്ചതെങ്കിലും ദേവസ്വം രേഖകളിൽ ഏകദേശം 1,02,000 ലിറ്റർ നെയ്യ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 3,465 ലിറ്റർ നെയ്യ് എവിടെ പോയി എന്നതിനെക്കുറിച്ചാണ് ഇനി പ്രശാന്ത് മറുപടി പറയേണ്ടത്. 20 ലക്ഷത്തിനടുത്ത് രൂപയുടെ പണം ചെറിയൊരു കച്ചവടത്തിൽ നിന്ന് തന്നെ മുക്കിയ കഥ അത് കണ്ടുപിടിക്കാനിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ്. കാണാതായ നെയ്യ് കടത്തിക്കൊണ്ടുപോയതാണോ എന്ന കാര്യത്തിൽ വിജിലൻസ് വിശദമായ പരിശോധന നടത്തി വരികയാണ്. അതിലും ഒരു കരാർ ജീവനക്കാരനെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് എന്നും പറയപ്പെടുന്നു. ഏതായാലും എല്ലാ സ്ഥാനവും സ്ഥാനാർത്ഥിത്വവും ഒക്കെ നൽകിയ ഒരു പാർട്ടിയെ വഞ്ചിച്ച് നേരെ പോയത് അമ്പലം കൊള്ളയടിക്കാനാണെന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആശ്വാസമാണെങ്കിലും പാർട്ടി വിടാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച് പോയ ആ നേതാവിൻ്റെ മനസ്സറിയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം.